ഫ്രണ്ട്സ് പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെമിനി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ട്. പല കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പല സംശയങ്ങൾക്കും അത് ഉത്തരം പറഞ്ഞു തരും. അപ്പോൾ ആ ജെമിനി എന്നുള്ള സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാം, പ്രോപ്പറായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെ ഫീച്ചറുകളാണ് ഉള്ളതെന്നുള്ള ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതില്ലാത്ത ആൾക്കാർ ഇത് നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ അതായത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഫോൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കൂടെ കിട്ടുന്നുണ്ടാവും. ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ആപ്ലിക്കേഷൻ വരും. ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. എൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് അടിച്ച്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ്റെ ഉപകാരം എന്താ വെച്ചാൽ ഇതൊരു AI ടൂളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ജെമിനി എന്നുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്യുക. ഫസ്റ്റ് ഞാൻ ചോദിക്കും ഇമെയിൽ അഡ്രസ്സ്, അതുകൊണ്ട് സൈൻ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് കാണുന്നത് ഈ ഡോട്ട് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം കാണാൻ പറ്റും. ഈ സെറ്റിംഗ്സിൽ പോയി നിങ്ങൾ ലാംഗ്വേജ് സ്പീക്കിംഗ് ലാംഗ്വേജ് ജെമിനി ഏതാണെന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ലാംഗ്വേജിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണുള്ളത്, നിങ്ങൾക്ക് ഇവിടെ മലയാളം വേണമെന്നുണ്ടെങ്കിൽ മലയാളം കൊടുക്കാം. ഓക്കെ, മലയാളത്തിൽ ജസ്റ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണോ അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മലയാളം ഇവിടെ വരും. ഇനി നമ്മൾ ബാക്ക് ചെയ്യുക. അപ്പോൾ ബാക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും മലയാളം എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ മലയാളം എന്ന് കാണും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ലാംഗ്വേജ് എന്നുള്ള ഇംഗ്ലീഷ് എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴത്ത് മലയാളം വന്നിട്ടുണ്ടാവും. ഈ താഴത്ത് മലയാളം വന്നത് മലയാളം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യും, അതായത് നിങ്ങളുടെ ലാംഗ്വേജ് മലയാളത്തിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഇവിടെ മലയാളമായി. ഇനി നമുക്ക് മലയാളത്തിൽ ജെമിനിയോട് ചോദിക്കാം. അവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, ജെമിനിയോട് ചോദിക്കുക, എന്തും ചോദിക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് മാറ്റണം, ചെറിയ സെറ്റിങ്സ് കൂടി ഉണ്ട്. ഈ ഇതിൽ തന്നെ ഇമെയിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് ഒന്നും കൂടി പോകും. താഴോട്ട് ക്രമീകരണം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജെമിനിയുടെ ശബ്ദം ഏത് ശബ്ദമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ ലാംഗ്വേജാണ്, ഈ ശബ്ദമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തിരഞ്ഞെടുത്തു. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജെമിനിൻ്റെ ഈ ഇൻ്റർഫേസിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് ആണെങ്കിൽ ഒന്ന് മൈക്ക്, ഒന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, രണ്ടാമത്തത് മൈക്കിനോട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് ചോദിക്കാം. ഓക്കെ, അതായത് മൈക്ക് ടൈപ്പിംഗ് ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഹലോ ഉണ്ടോ, ഇതുപോലെ ടൈപ്പിംഗ് ആണ് വരിക. നമസ്കാരം, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ഉണ്ടോ, ഇതുപോലെ വരും. ഇനി അടുത്തൊരു ഓപ്ഷൻ കണ്ടല്ലേ, ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഒരു ബട്ടൺ കണ്ടില്ല, ഒരു സ്റ്റാർ ലെവലിൽ, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജെമിനി ലൈവ് ചാറ്റ് ഉടൻ ആരംഭിക്കും. അവിടെ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് സങ്കീർണമായ വിഷയങ്ങളെയോ ആശയങ്ങളെയോ കുറിച്ച് കൂടുതൽ അറിയാം. ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പെട്ടെന്ന് പരിശോധിക്കും. ഇത് കുറച്ച് കാര്യങ്ങളുണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ശരിയെന്ന് കൊടുത്താൽ മതി. ഓക്കെ, ശരി, നിങ്ങൾ തയ്യാറാകുമ്പോൾ ഓക്കെ, ഇപ്പോൾ റെഡിയായി, ആ സെറ്റിങ്സ് റെഡി. ഇനി നമുക്ക് എന്ത് ചോദിക്കട്ടെ അവിടെ. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അടുത്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് എന്തെങ്കിലും, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഗമ്മാണുള്ളത് കേട്ടോ, ഒരു ഗമ്മ്. ഇതെന്താണ് ജസ്റ്റ് ജെമിനിയോട് ചോദിച്ചു നോക്കാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്യാമറ ഓപ്ഷൻ കാണാം. ജെമിനി ഇതെന്താണ് സാധനം എൻ്റെ കയ്യിലുള്ളത്? നിങ്ങളുടെ കയ്യിലുള്ളത് B7000 ഗ്ലൂ ആണ്. ഇത് സാധാരണയായി മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ഒട്ടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? ഓക്കെ, ഒന്നുമില്ല. ഈ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. തീർച്ചയായും കാണിക്കൂ. ഇതെന്താണ്? അത് പാവ മൈക്ക് M3 ഡ്യുവൽ വയർലെസ് മൈക്രോഫോൺ ആണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? അത് 2 UUL സോൾഡറിംഗ് വയറാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നന്നാക്കുമ്പോൾ സർക്യൂട്ടുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? ഇതുപോലെ എന്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയവും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് വേറെ എന്ത് ചോദിച്ചേക്കാം. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജെമിനി, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കഥ പറയാമോ? ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ചിന്നു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ചിന്നുവിന് മൃഗങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു.
ഒരു ദിവസം ചിന്നുവിന്റെ വീട്ടിലെ തൊടിയിൽ ഒരു പരുക്ക് പറ്റിയ പൂച്ചക്കുട്ടൻ വന്നു. ഓക്കെ, ഇതുപോലെ അവർ പറയാം. പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പായിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കോപ്പി ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നുണ്ടോ കോപ്പി എന്നുള്ള ഓപ്ഷൻ, ഈ ഡബിൾ ടിക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കോപ്പി ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും അത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കി തരാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവിടെ ചോദിച്ചാൽ അവർ കറക്റ്റ് സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ചെയ്ത് തരും. എന്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ ബൈ.